സൈലം PSC മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. SCERT ക്ലാസ്സുകൾ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പഠിക്കുന്നു. 5ാം ക്ലാസ് മുതൽ തുടങ്ങിയ യാത്രയാണ്. 5, 6, 7 കേരള പാഠാവലി 7 ലാസ്റ്റ് യൂണിറ്റ് 2 യൂണിറ്റുകളാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്കറിയാമല്ലേ, സയൻസ് പോലെ മാത്സ് പോലെ ഫാക്ട്സ് അല്ല. അതിനകത്തുള്ള കണ്ടൻറ്റൊന്നും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കില്ല. നമുക്ക് വേണ്ടത് എന്തുമാത്രമാണ്, അതിലെ സാഹിത്യകാരന്മാർ അതിനകത്ത് വരുന്ന വൊക്കാബുലറികളിലൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പം നമുക്ക് നോക്കാം, ആദ്യ ചോദ്യത്തിലേക്ക് പോകാം. ആൻസർ കിട്ടുമോ എന്ന് നോക്കൂ. താഴെ തന്നിരിക്കുന്നതിൽ സംയോഗം എന്നും ക്രമം എന്നും അർത്ഥം വരുന്ന പദം എന്താണ്? ക്രമത്തിന് അടുക്കിയത് എന്നോ സംയോഗം എന്നുള്ളതോ ആയ അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമേതാണ്? സംഘടിതം, സമഞ്ജസം, സമന്വയം, സമ്പുഷ്ടം. സംഘടിതമാണോ? അത് സംയോഗമെന്നും ക്രമമെന്നുമുള്ള അർത്ഥത്തിൽ സംഘടിതം പറയില്ല അല്ലേ? കോർഡിനേഷൻ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ സംഘടിതം പറയുന്നത്. സമഞ്ജസമാണോ അതോ സമന്വയമാണോ എന്നുള്ള കാര്യത്തിലായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ കൺഫ്യൂഷൻ വരുന്നത്. സമന്വയമാണ്. ചേർച്ച, യോഗം, ക്രമത്തിനുള്ളത് എന്നുള്ള അർത്ഥത്തിൽ സംയോഗം എന്ന പദം നമ്മൾ ഉപയോഗിക്കുന്നു. സമഞ്ജസം എന്നാൽ ഉചിതമായ തീരുമാനം. എന്താണ്? ഉചിതമായ തീരുമാനമാണ്. ഉചിതമായ തീരുമാനത്തിലെത്തുന്നതിനെയാണ് ഒരു സമഞ്ജസമായ അഭിപ്രായം എന്ന് പറയുന്നത്. സമ്പുഷ്ടം എന്ന് പറഞ്ഞാൽ തികഞ്ഞത് എന്നുള്ള അർത്ഥം. അപ്പോൾ 4 വശവും വെള്ളത്താൽ സമ്പുഷ്ടമായത് അല്ലേ, അതായത് തികഞ്ഞത് എന്നുള്ള അർത്ഥം. ഇനി കരച്ചിലെന്ന അർത്ഥം വരാത്ത പദം ഏതാണ്? ക്രന്ദനം, വിലാപം, പരിദേവനം, പരിവേദനം. കരച്ചിൽ എന്ന് അർത്ഥം വരാത്ത പദം, അതായത് 4 ഓപ്ഷൻ തന്നിരിക്കുന്നതിൽ 3 കരച്ചിൽ എന്ന് അർത്ഥമുണ്ട്, 1 മാത്രം കരച്ചിൽ എന്ന അർത്ഥമില്ല. ഇതിൽ നിന്ന് നമ്മൾ കരച്ചിൽ എന്ന അർത്ഥം വരാത്ത പദം വേണം കണ്ടുപിടിക്കാൻ. ക്രന്ദനം നമുക്കറിയാം, ഇത് എന്താണ്? കരച്ചിലാണ് ക്രന്ദനം. വിലാപം കരച്ചിലാണ് അല്ലേ? വിലാപവും എന്ത് തന്നെ? കരച്ചിൽ തന്നെ. വിലാപം കരച്ചിലാണ്. പരിദേവനവും കരച്ചിലാണ്. കരിച്ചിൽ എന്ന് തന്നെ വരുന്നു. എന്താ കരിഞ്ഞത്? ഒന്നും കരഞ്ഞില്ല അല്ലേ? കുഴപ്പമില്ല, അത് എഴുതണ്ട. അപ്പൊ ക്രന്ദനം, വിലാപം, രോദനം ഒക്കെ കരച്ചിലാണ്. പരിദേവനം കരച്ചിലാണ്. അതേസമയം പരിവേദനം എന്നൊരു പദം ഇല്ല. അപ്പം നമുക്കിവിടെ ആൻസർ പരിവേദനം ആക്കാം. പരിദേവനം പറയുക, കരയുക എന്നുള്ള അർത്ഥം. പരിദേവനം എന്താണ്? കരച്ചിലാണ് അല്ലേ? പരിദേവനം. പരിവേദനം ഒന്നും ഇല്ല. ഓക്കെ അല്ലേ? ഇപ്പൊ കരച്ചിൽ എന്ന അർത്ഥം വരാത്ത പദം ചോദിച്ചാൽ പരിവേദനമാണ്. പരിവേദനം. അപ്പൊ വിലാപവും ക്രന്ദനവും പരിദേവനവും രോദനവും ഒക്കെ എന്ത് തന്നെ? കരച്ചിൽ എന്ന അർത്ഥത്തിൽ തന്നെ പ്രയോഗിക്കുന്നത്. ഒരു അച്ഛൻ്റെ രോദനം എന്ന് സുരേഷ് ഗോപി ഒരു സിനിമയിൽ പറഞ്ഞത് ഓർക്കൂ അല്ലേ? വിലാപം കരച്ചിൽ തന്നെ അല്ലേ? അതേസമയം വിലോപം എന്ന് പറഞ്ഞാലോ? കൃത്യവിലോപം. വിലോപം എന്ന് പറഞ്ഞാൽ കാണിക്കുന്ന തെറ്റായ കാര്യം അല്ലെങ്കിൽ കാലതാമസം പറയാം. തെറ്റായ കാര്യമല്ല, അതിന് നമുക്ക് വിളംബം, കാലതാമസം, കാലവിളംബം. വിലോപവും അങ്ങനെ തന്നെയാണ്. വിലോപം, കാലതാമസം, കൃത്യവിലോപം, അതായത് കാര്യങ്ങൾ ചെയ്യുന്നതിൽ വരുത്തുന്ന തെറ്റിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ കാലതാമസത്തിനെയാണ് എന്ത് പറയുന്നത്? കൃത്യവിലോപം എന്ന് പറയുന്നത്. ഡിലേ ഉണ്ടാക്കുക. ആ അർത്ഥത്തിൽ നമ്മൾ കൃത്യവിലോപം അല്ലേ, ആസ് പെർ ദ ഡെറലിക്ഷൻ ഓഫ് ഡ്യൂട്ടി എന്ന് പറയും. സാധാരണ സസ്പെൻഷൻ ഓർഡറൊക്കെ അടിക്കുമ്പോൾ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഡ്യൂ ടു ദ ഡെറലിക്ഷൻ ഓഫ് ഡ്യൂട്ടി അഥവാ കൃത്യവിലോപം എന്നൊരു അർത്ഥമുണ്ട്. കൃത്യവിലോപം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, കാലതാമസം. അപ്പം വിലോപം മാറിപ്പോരുത്. വിലോപം കാലതാമസം, വിലാപം കരച്ചിൽ. ഓക്കെ. ഇനി CV ബാലകൃഷ്ണന്റെ ബാല്യകൗമാരത്തിലെ ഓർമ്മകൾ രേഖപ്പെടുത്തിയ കൃതി ഏതാണ്? അതായത് CV ബാലകൃഷ്ണന്റെ ആത്മകഥ എന്ന് തന്നെ നമുക്ക് പറയാം. സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ, പരൽമീൻ നീന്തുന്ന പാടം, പോക്കുവയിൽ മണ്ണിലെഴുതിയത്, കാറ്റു ചിക്കിയ തെളിമണലിൽ. ഇതിലേതോ ഒന്ന്
കഥാകൃത്തും നോവലിസ്റ്റുമൊക്കെയായ CV ബാലകൃഷ്ണൻ്റെ കൃതിയാണ്. അദ്ദേഹത്തിൻ്റെ ബാല്യ കൗമാരത്തിലെ ഓർമ്മകളൊക്കെ കോർത്തിണക്കി അദ്ദേഹം രചിച്ച ആത്മകഥാരൂപത്തിൽ രചിച്ച കൃതിയാണ്. അപ്പോൾ സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോഴാണോ, അതോ പരൽമീൻ നീന്തുന്ന പാടമാണോ, അതോ പോക്കുവെയിൽ മണ്ണിൽ എഴുതിയതാണോ, അതോ കാറ്റ് ചിക്കിയ തെളിമണലിലാണോ? സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ ആരാണ്? എനിക്ക് തോന്നുന്നത് TM ജേക്കബ് ആണോ? TM ജേക്കബ് അല്ല. സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ ജേക്കബ് തോമസ്. അതാണ് മാറിപ്പോയത്. ആരാ? നമ്മുടെ IAS കാരനൊക്കെ ആയിരുന്നു ജേക്കബ് തോമസ് ഇല്ലേ? ജേക്കബ് തോമസ് IPS. അതെ, IPS ജേക്കബ് തോമസ്, റിട്ടയറായ ജേക്കബ് തോമസ്. പോക്കുവെയിൽ മണ്ണിൽ എഴുതിയതോ ONVയുടെ ഓർമ്മക്കുറിപ്പാണ്. ONV കുറിപ്പിൻ്റെ ഓർമ്മക്കുറിപ്പാണ് പോക്കുവെയിൽ മണ്ണിൽ എഴുതിയത്. കാറ്റ് ചിക്കിയ തെളിമണലിലോ? ഇത് ഏഴാച്ചേരി രാമചന്ദ്രൻ്റെയാണ്. ആരുടേതാണ്? ഏഴാച്ചേരിയുടേത്. ഏഴാച്ചേരി രാമചന്ദ്രൻ. അപ്പം ഏഴാച്ചേരി രാമചന്ദ്രൻ്റെയാണ് കാറ്റ് ചിക്കിയ തെളിമണലിൽ. അപ്പോൾ പരൽമീൻ നീന്തുന്ന പാടമോ? CV ബാലകൃഷ്ണൻ്റെ. ആരുടേത്? CV ബാലകൃഷ്ണൻ്റെയാണ്. ഏത്? പരൽമീൻ നീന്തുന്ന പാടം. അപ്പോൾ സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ ജേക്കബ് തോമസ്, പരൽമീൻ നീന്തുന്ന പാടം CV ബാലകൃഷ്ണൻ, പോക്കുവെയിൽ മണ്ണിൽ എഴുതിയത് ONV കുറിപ്പിൻ്റെ ഓർമ്മക്കുറിപ്പാണ്. അദ്ദേഹത്തിൻ്റെ കവിതയല്ല, ഓർമ്മക്കുറിപ്പാണേ. കാറ്റു ചിക്കിയ തെളിമണലിൽ ഏഴാച്ചേരി രാമചന്ദ്രൻ്റെ. ഔദ്യോഗിക ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ച്, അതായത് അദ്ദേഹം നേരിടേണ്ടി വന്ന അനുഭവങ്ങളെക്കുറിച്ച് ഒക്കെ ജേക്കബ് തോമസ് എഴുതിയ ജീവചരിത്രക്കുറിപ്പെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥയെന്നൊക്കെ തന്നെ സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ പറയാം. പരൽമീൻ നീന്തുന്ന പാടം CV ബാലകൃഷ്ണൻ്റെ ആത്മകഥയാണ്. പോക്കുവെയിൽ മണ്ണിൽ എഴുതിയത് ONV കുറിപ്പിൻ്റെ ആത്മകഥ അഥവാ ഓർമ്മക്കുറിപ്പ്. കാറ്റ് ചിക്കിയ തെളിമണലിലും ഓർമ്മക്കുറിപ്പാണ് ഏഴാച്ചേരി രാമചന്ദ്രൻ്റെ. നമുക്ക് അറിയാമല്ലോ 2020 വയലാർ അവാർഡ് ലഭിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വെർജീനിയൻ വെയിൽക്കാലം അല്ലേ? ഏഴാച്ചേരി രാമചന്ദ്രൻ കവിതാ സമാഹാരമാണ് ഒരു വെർജീനിയൻ വെയിൽക്കാലം. CV ബാലകൃഷ്ണൻ SCERT 7ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ പരൽമീൻ നീന്തുന്ന പാഠം എന്ന അനുഭവക്കുറിപ്പാണ്. അപ്പോൾ അത് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? CV ബാലകൃഷ്ണൻ എന്ന് നോക്കി വയ്ക്കാം. മലയാള സാഹിത്യരംഗത്തെ ചെറുകഥാകൃത്തും നോവലിസ്റ്റും ചലച്ചിത്ര തിരക്കഥാകൃത്തുമാണ് CV ബാലകൃഷ്ണൻ. ആത്മാവിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്ന നോവലിന് 2000 മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. അപ്പോൾ പ്രതീക്ഷിത ചോദ്യമാണ് അല്ലേ? കാരണം CVയെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ CVയുടേതാണ് ആത്മാവിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ. ആത്മാവിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ, ആത്മാവിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ. അതല്ലെങ്കിൽ നമ്മളും അങ്ങനെയല്ലേ? ഞാനങ്ങനെയാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കും, എന്നാൽ എപ്പോഴും എൻ്റെ ആത്മാവിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ജീവിതത്തിൽ എന്നേവരെയും ചെയ്തിട്ടുള്ളൂ. അത് വേറൊരാളെ ഹനിക്കാതിരുന്നാൽ മതി, വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരുന്നാൽ മതി അല്ലേ? അതല്ലേ അതിൻ്റെ ഒരു ശരി. അല്ലാതെ ആർക്കെങ്കിലും വേണ്ടിയൊക്കെ ജീവിക്കാൻ നമുക്കൊരു ജന്മല്ലേ ഉള്ളൂ. ആത്മാവിന് ശരിയെന്ന് ഇപ്പോൾ തോന്നുന്നതല്ലേ ഒരു ഗവൺമെൻറ് ജോലി. അപ്പം പിന്നെ അതിലങ്ങ് മുറുകെ പിടിച്ച് അതിനുവേണ്ടി അങ്ങ് പഠിച്ച് അതിനുവേണ്ടി അങ്ങ് ജീവിക്കുക, എല്ലാം നടക്കും. അപ്പോൾ ആത്മാവിന് ശരിയെന്ന് തോന്നുന്ന കാര്യം എന്ന നോവല് CV ബാലകൃഷ്ണൻ്റേതാണ്. 2000 മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. കൂടാതെ ആയുസ്സിൻ്റെ പുസ്തകം, വളരെ പ്രശസ്തമായ CV ബാലകൃഷ്ണൻ്റെ നോവലാണ് ആയുസ്സിൻ്റെ പുസ്തകം, കണ്ണാടിക്കടൽ, കാമമോഹിതം, ഒഴിയാബാധകൾ, ലൈബ്രറിയൻ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം നമുക്ക്. ആത്മാവിന് ശരിയെന്ന തോന്നുന്ന കാര്യങ്ങൾ, ആത്മാവിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ CVക്ക് 2000 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നോവൽ വിഭാഗത്തിൽ കിട്ടിയ നോവലാണ്. ഒപ്പം ആയുസ്സിൻ്റെ പുസ്തകം ഇദ്ദേഹത്തിൻ്റെ നോവലാണ്. കണ്ണാടിക്കടൽ എന്ന പുസ്തകവും ഇദ്ദേഹത്തിൻ്റെയാണ്. കാമമോഹിതം, ഒഴിയാബാധകൾ, ലൈബ്രറിയൻ തുടങ്ങിയവയാണ് CVയുടെ നോവലുകൾ. അപ്പം നമുക്ക് വേണമെങ്കിൽ അതൊന്നുകൂടെ ഒന്ന് നോക്കി ഒന്നുകൂടി ഹൃദയസ്ഥമാക്കി വെക്കാം. ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ്ങിന് വല്ലതും ചോദിച്ചാലോ. ഇനി അടുത്ത 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഗോപനം എന്നാൽ എന്താണ്? ഗോപനം തുറന്നു കാണിക്കലാണോ, മറച്ചു വെക്കലാണോ, ചതിക്കുകയാണോ, മറന്നു പോകുകയാണോ? ഗോപനം അല്ലേ?
ഗോപനം, ഗോപ്യമായത് ഗോപനം. ഗോപനം എന്ന് വെച്ചാൽ എന്തു പറയാം? ഗോപനമായതാണ് ഗോപ്യം. ഗോപ്യം. അപ്പൊ ഗോപനമായത് എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഒരു പദമുണ്ട്, ഗോപ്യം, അല്ലെ? ഗോപ്യം തന്നെയാണ് ഗോപനമായത്. മറച്ചുവെക്കലാണ്, മറച്ചുവെക്കൽ. യെസ്. അപ്പോൾ മറച്ചുവെക്കലാണ്. ഇനി നമ്മൾ ഗോരോചനം എന്ന് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഗോരോചനം ഒരു പാട്ടിലില്ലേ? ഗോപുര നടയിൽ വാസന്ത ചന്ദ്രൻ ഗോരോചന കുറി വരച്ചു, സഖി ഗോരോചന കുറി വരച്ചു. ആ ഗോരോചനം എന്താണെന്ന് അറിയാമോ? ഈ പശുവിനെയൊക്കെ കൊന്നിട്ടത് എടുക്കുമ്പോഴത്തേക്ക് പശുവിനെ മുറിക്കുന്നവർക്ക് അല്ലെങ്കിൽ പശുവിനെ കട്ട് ചെയ്യുന്നവർക്കില്ലേ, കൊല്ലുന്നവർക്കില്ലേ, അതിൻ്റെ ഉള്ളിൽ പശുവിൻ്റെ പിത്താശയത്തിലെങ്ങാണ്ടാണ് ഒരു വസ്തുവുണ്ട്. ഇത് ഭയങ്കര സുഗന്ധമുള്ള വസ്തുവാണത്രേ. അതിനെയാണ് ഗോരോചനം എന്ന് പറയുന്നത്. അതിന് സുഗന്ധവാക്കി അല്ലെങ്കിൽ നമ്മൾ ചന്ദനം പോലെ എന്ത് ചെയ്യുമെന്നറിയാമോ? നെറുകയിലൊക്കെ തൊടും. അപ്പം അതിനെയാണ് ഗോരോചനക്കുറി വരയ്ക്കുക എന്ന് പറയുന്നത്. നല്ല സുഗന്ധമുള്ള ഒരു സാധനമാണ്, പശുവിൻ്റെയാണ്, ഉദരത്തിലുള്ള ഒരു സാധനമാണ്. കസ്തൂരി മാനിൽ കസ്തൂരി എന്ന് പറയുന്നത് ഉള്ളതുപോലെ പശുവിൻ്റെയാണ് ഈ ഗോരോചനം. അതാണ് ഗോ എന്ന പേരതിന് വരാൻ കാരണം, ഗോരോചനം. പക്ഷേ ഇവിടെ ഗോപനം എന്ന് പറഞ്ഞാൽ ഒളിച്ചു വയ്ക്കലും മറച്ചു വയ്ക്കലും എന്നൊക്കെയുള്ള അർത്ഥമാണ്. ചതിക്കുകയെന്നോ തുറന്നു കാണിക്കലെന്നോ മറന്നു പോകുകയെന്നോ അർത്ഥമുള്ള. തുറന്നു കാണിക്കുക എന്നുള്ള അർത്ഥത്തിൽ അനാച്ഛാദനം പറയും. പ്രതിമ, മന്ത്രി അനാച്ഛാദനം ചെയ്തു എന്ന് പറയില്ലേ? ആച്ഛാദനം മൂടിവെക്കൽ, അനാച്ഛാദനം തുറന്നു കാണിക്കൽ. ഇനി മൃതി എന്ന പദത്തിൻ്റെ വിപരീതം. മൃതി എന്ന് പറഞ്ഞാൽ മരണമാണ്, മൃത്യു എന്നുള്ള രീതിയിൽ തന്നെയാണ് മൃതി ഉപയോഗിക്കുന്നത്. അതിൻ്റെ വിപരീതം അമൃതി, വിസ്മൃതി, ജനി, ജന്മ. ജനന മരണം എന്ന് പറയും. മരണമാണെങ്കിൽ ജനനം, പക്ഷെ അതേ അർത്ഥത്തിലാണ് മൃതി ഉപയോഗിക്കുന്നതെങ്കിലും നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ജനി മൃതികൾക്കപ്പുറമായി ഒരു കവിതയിലോ പാട്ടിലോ എവിടെ കേട്ടിട്ടുണ്ട്, ജനിമൃതികൾക്കപ്പുറം. അപ്പൊ ജനിയാണ്. മൃതിയുടെ നേരെ വിപരീതം ജനി വരും, അതായത് ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? ഇനി ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ചന്ദ്രേട്ടൻ, ജഗൻ എന്നിവർ ഏത് സന്തോഷ് ചേച്ചിക്കാനുമല്ല, സന്തോഷ് ചേച്ചിക്കാനത്തിൻ്റെ ഏത് കഥയിലെ കഥാപാത്രമാണ്? നോക്കൂ, അത് വ്യാകരണ പിശകല്ലേ? ഇങ്ങനെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാക്യം നമ്മൾ തെറ്റായിട്ട് തരികയും അത് മക്കൾ ശ്രദ്ധിക്കുകയും ശ്രദ്ധിക്കുന്ന മക്കൾ പറയുകയും ചെയ്യും, അയ്യോ കണ്ടോ ഏത് സന്തോഷ് ചേച്ചിക്കാനും, ഒരുപാട് സന്തോഷ് ചേച്ചിക്കാനും ഉണ്ടോ, അതിലൊരു സന്തോഷ് ചേച്ചിക്കാനത്തിനാണോ ഗുരുവി ഉദ്ദേശിച്ചത്, അങ്ങനെയൊക്കെ ചോദിക്കൂലേ? അപ്പം നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം തെറ്റിച്ചിട്ടതാണ്. യഥാർത്ഥത്തിൽ ചന്ദ്രേട്ടൻ, ജഗൻ എന്നിവർ സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ ഏത് കഥയിലെ കഥാപാത്രമാണ്? കുട്ടികൾക്ക് 7ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട് സന്തോഷ് ഏച്ചിക്കാനത്തിനെ കുറിച്ച്. ചന്ദ്രേട്ടനും ജഗനും ഏത് കഥയിലെ സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ ഏത് കഥയിലെ കഥാപാത്രങ്ങളാണ്? കഥാപാത്രമാണോ അല്ല അല്ലേ, കഥാപാത്രങ്ങളാണ്. കണ്ടോ? അപ്പം നിങ്ങൾ തന്നെ പറയും 2 പേരുണ്ടെങ്കിൽ പിന്നെ എന്താ ഗുരുവി ബഹുവചനം ഉപയോഗിക്കാത്തത്? അങ്ങനെ നിങ്ങളെ കൊണ്ട് ചോദ്യം ചോദിക്കാൻ വേണ്ടി ചോദ്യങ്ങളെല്ലാം തെറ്റിച്ച് ടൈപ്പ് ചെയ്യുകയായിരുന്നു. ഇറ്റ്സ് മൈ സൈക്കോളജിക്കൽ മൂവ്. ചന്ദ്രേട്ടൻ, ജഗൻ എന്നിവർ സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ ഏത് കഥയിലെ കഥാപാത്രങ്ങളാണ്? കൊമാല, ബിരിയാണി, നരനായും പറവയായും, ഒറ്റവാതിൽ. അപ്പം നമുക്ക് നോക്കാം, കൊമാലയാണോ, ബിരിയാണിയാണോ, നരനായും പറവയായുമാണോ, ഒറ്റവാതിലാണോ? അപ്പോൾ സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ ആണ് കഥ. അത് കൊമാലയാണോ, ബിരിയാണിയാണോ, നരനായും പറവയായുമാണോ, ഒറ്റവാതിലാണോ എന്ന് നോക്കാം. നോക്കൂ, കറക്റ്റ്, നരനായും പറവയായുമാണ്. ഏതാണ്? നരനായും പറവയായും. ചന്ദ്രേട്ടൻ, ജഗൻ എന്നിവർ സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ നരനായും പറവയായും എന്ന കഥയിലെ കഥാപാത്രങ്ങളാണ്. നോക്കാം നമുക്ക്. ഒറ്റവാതിൽ, കൊമാല, നരനായും പറവയായും കഥാപാത്രങ്ങളും പങ്കെടുത്തവരും ഒരു ചിത്രകഥയിലെ നായാട്ടുകാർ, മംഗല്യം, തന്തുനാന്തേന, എന്മകജെ പഠനങ്ങൾ, കഥകൾ, ശ്വാസം, ബിരിയാണി, ഒരു പിടി ഗോതമ്പ് തുടങ്ങിയവയൊക്കെ സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ
പ്രധാന കഥകളാണ്. അതിൽ ചന്ദ്രേട്ടനും ജഗനും 7ാം ക്ലാസ്സിലെ പാഠഭാഗത്തിൽ കഥാപാത്രങ്ങളായി വരുന്നതാണ് നരനായും പറവയായും. ഏറെ ചർച്ച ചെയ്യപ്പെട്ടൊരു കഥയാണ് ബിരിയാണി. മലബാറിലെ കല്യാണ വീടുകളിൽ ഭക്ഷണ ദൂർത്ത് പ്രമേയമാക്കിക്കൊണ്ട്, എന്നാൽ നോർത്ത് ഇന്ത്യയിലും മറ്റും ഒരു നേരത്തെ ആഹാരത്തിന് വളരെ ബുദ്ധിമുട്ടുന്ന നോർത്ത് ഇന്ത്യക്കാരനായ ഒരാൾ അല്ലേ, അയാൾ ഇവിടെ വന്ന് മലബാറിലെ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുകയും അവിടെ കല്യാണ വീട്ടിൽ മിച്ചം വരുന്ന ബിരിയാണി ബസ്മതി റൈസിലാണ് ഇത് ഉണ്ടാക്കുന്നത്, അത് മുഴുവനും കുഴിച്ചിടുകയും ചെയ്യുന്നു. അത് കാണുമ്പോൾ അയാൾ കരയുന്നു. അപ്പം ആ വീട്ടുടമസ്ഥൻ ചോദിക്കുന്നു, എൻ്റെ കാശല്ലേ, എൻ്റെ മകളുടെ കല്യാണത്തിന് മിച്ചം വന്ന ഭക്ഷണമല്ലേ ഞാൻ കുഴിച്ചിട്ടത്, അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. 1000 പേരെ ക്ഷണിക്കുകയും 500 പേർക്ക് 2000 പേർക്കുള്ള ഭക്ഷണം കരുതുകയും ചെയ്യും. എന്നിട്ട് പിന്നീട് അത് കുഴിച്ചിടുകയും ചെയ്യുന്നതാണ് ഇവിടുത്തെ സ്റ്റൈൽ എന്ന് പറയുന്നത്. പക്ഷേ ഇദ്ദേഹം പെട്ടെന്ന് ഈ കുഴിച്ചിടുന്ന പണിക്കാരൻ നോർത്ത് ഇന്ത്യക്കാരനാണ്. പെട്ടെന്ന് തൻ്റെ മകള് അവള് മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് ആശുപത്രിയിൽ മരിക്കാറായി കിടക്കുന്ന അവസരത്തിൽ ഒരു ബിരിയാണി ചോദിക്കുന്നു. ബസുമതി റൈസ് അല്ലേ, ബസ്മതി അരിയിൽ ഉണ്ടാക്കുന്ന ആ റൈസ്, അതാണ് ഇദ്ദേഹം കുഴിച്ചിട്ടത്. അപ്പോഴേക്കും പെട്ടെന്ന് മകളുടെ ആ മരണവും എല്ലാം ഓർക്കുന്നു. അങ്ങനെ പെട്ടെന്ന് ടച്ചിങ് ആയിട്ടുള്ള ഹൃദയസ്പർശിയായൊരു കഥയാണ്. എത്രത്തോളം ഭക്ഷണ സാധനങ്ങൾ നമ്മൾ വേസ്റ്റ് ചെയ്യുന്നു അല്ലേ, പക്ഷേ അത് കിട്ടാത്ത എത്രയോ പേരില്ലേ. അപ്പോൾ ആ രീതിയിൽ ഒരു മെസ്സേജ്, ഒരു ചിന്ത ഒക്കെ വരുന്നൊരു കഥയാണ് ബിരിയാണി. അപ്പോൾ കൊമാലയും അങ്ങനെ തന്നെയാണ്. സന്തോഷ് ചേച്ചിക്കാരത്തിൻ്റെ കഥകളും എല്ലാം മനുഷ്യനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന കഥകളാണ്. കൊമാലയിലും അങ്ങനെ തന്നെയാണ്. സാങ്കല്പിക ഗ്രാമമാണ് കൊമാല കേരളം പോലെയാണ് എന്ന് പറയുന്നു. അവിടെ ചിരിക്കാനും കരയാനും മറ്റുള്ളവൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാനും ഒന്നും അറിഞ്ഞുവിടാത്ത വിചാരങ്ങളില്ലാത്ത മനുഷ്യരുടെ സാങ്കല്പിക ഗ്രാമം, നാടാണ് കൊമാല. ഒരു അപകടം മുന്നിൽ കണ്ടാലും അതിൽ വേദനിക്കുകയോ അതിൽ സങ്കടപ്പെടുകയോ ഒന്നും ചെയ്യാത്ത മനുഷ്യരുടെ ഒരു നാട്. അങ്ങനെ യാന്ത്രികമായ ജീവിതം നയിക്കുന്ന മനുഷ്യരുടെ നാടാണ് കൊമാല. അത് കേരളവും അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് കഥാകൃത്ത് പറയുന്നു. ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. നരനായും പറവയായും SCERT ടെസ്റ്റിലുണ്ട്, പറ്റുമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഇനി നമ്മൾ 8ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഇത് ആരുടെ വരികളാണ്? ഈണത്തിലൊന്ന് ചൊല്ലുമ്പോൾ ഉറപ്പായിട്ട് ഇങ്ങനെ ആരുടെ വരികൾ എന്നുള്ളത് നമുക്ക് കിട്ടും. വായിച്ചു നോക്കാം. ഒന്നാമത് നല്ല നല്ല സൂചനകൾ അതിനകത്തുണ്ട്. ഫസ്റ്റ് സൂചനയിൽ നിന്ന് തന്നെ ആരുടെ വരികളാണെന്ന് കിട്ടും. മൈഥിലി വാക്യം കേട്ടു രാഘവൻ അരുൾ ചെയ്തു, സോദരൻ തന്നോടു നീ കാത്തുകൊള്ളുക വേണം, സീതയവൾക്കൊരു ഭയവുമുണ്ടാകാതെ യാതുധാനന്മാരുണ്ട് കാനനം തന്നിലെങ്ങും. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. മിഥിലാപുത്രി ആരെക്കുറിച്ചായിരിക്കും പറയുന്നത്? സീതയെക്കുറിച്ച്. ആരായിരിക്കും പറയുന്നത്? എഴുത്തച്ഛൻ. അധ്യാത്മരാമായണ കിളിപ്പാട്ടിൽ ഇവര് വനകാന്ഡമുണ്ട് അല്ലേ. രാമായണത്തിലെ ഓരോ അധ്യായത്തിനും പറയുന്ന പേരാണ് കാണ്ഡം. എന്ത് പറയും? കാണ്ഡം എന്ന് പറയും. രാമായണത്തിലെ അധ്യായത്തിന് പറയുന്ന പേരാണ് കാണ്ഡം. ഇവിടെ എഴുതിയാൽ ചിലപ്പോൾ കാണാൻ പറ്റില്ല. കാണ്ഡം. രാമായണത്തിലെ ഓരോ അധ്യായത്തിനും പറയുന്ന പേരാണ് കാണ്ഡം. വനകാന്ഡം, യുദ്ധകാന്ഡം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇനി മഹാഭാരതത്തിലെ ഓരോ അധ്യായങ്ങൾക്കും പറയുന്ന പേരാണ് പർവം. വനപർവം, യുദ്ധപർവം ഒക്കെ. അപ്പോൾ ഇനി മഹാഭാഗവതത്തിലെ ഓരോ അധ്യായത്തിനും പറയുന്ന പേരാണ് സ്കന്ധം. എന്താണ്? സ്കന്ധം, ദശമസ്കന്ധം. ഇങ്ങനെ ഓരോ സ്കന്ധങ്ങളായാണ് ഭാഗവതത്തെ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ രാമായണവും മഹാഭാരതത്തിലെയൊക്കെ ഇനി പ്രാചീന പഴക്കം കൊണ്ട് ഏറ്റവും പഴയ കൃതി, അതായത് മലയാളത്തിലെ എന്ന് പറയാം, പക്ഷേ മലയാളവും തമിഴും കൂടി മിശ്രണമായി രൂപം കൊണ്ടതാണ് പാട്ടുസാഹിത്യ കൃതി. എങ്കിലും മലയാള സാഹിത്യത്തിലെ ആദ്യ കൃതി എന്നറിയപ്പെടുന്ന രാമചരിതത്തിലെ ഓരോ അധ്യായങ്ങൾക്കും പറയുന്ന പേരാണ് പടലം. എന്തു പറയും? പടലം. അപ്പോൾ പഴക്കം കൊണ്ട് ഏറ്റവും പഴക്കം ചെന്ന കൃതി എന്ന്, മലയാളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കൃതി ഏതെന്ന് ചോദിച്ചാൽ രാമചരിതമാണ്. ശ്രീരാമൻ്റെ അതിലെ ഓരോ അധ്യായങ്ങൾക്ക് പറയുന്ന പേരാണ് പടലം. രാമായണത്തിൽ കാണ്ഡം,
മഹാഭാരതത്തിൽ പർവം, ഭാഗവതത്തിലോ സ്കന്ധമെന്നും പറയും. അപ്പോൾ ഇത് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ വരികളാണ്. അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണ്. ഇനി നോക്കൂ, മൈഥിലി ആരാണ്? ഒറ്റപ്പദമാണ്. മിഥിലാപുത്രി, മിഥിലയിലെ രാജകുമാരി അല്ലേ? മിഥിലാപുത്രി ആരാണ്? സീതയാണ്. ജനക മഹാരാജാവിൻ്റെ പുത്രിയായതുകൊണ്ട് ജാനകി എന്ന് വിളിക്കുന്നു. സീതത്തിൽ നിന്ന് ഉഴവുചാലിൽ നിന്നും കിട്ടിയതുകൊണ്ട് അവളെ സീത എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ മിഥില രാജ്യത്തെ രാജകുമാരി ആയതുകൊണ്ട് മൈഥിലി എന്ന പേര് വന്നു. രാഘവൻ അരുൾ ചെയ്തു. രാഘവൻ ആരാണ്? രഘുവംശജാതനായ രഘൂത്തമൻ എന്നൊക്കെ അറിയപ്പെടുന്ന ശ്രീരാമൻ. സോദരൻ ഇവിടെ ആരായിരിക്കും? സൗമിത്രി എന്ന് വിളിക്കുന്ന സുമിത്രാപുത്രനായ ലക്ഷ്മണൻ അല്ലേ? ലക്ഷ്മണോപദേശം എന്ന ചാപ്റ്ററിൽ 9ാം ക്ലാസ്സിൽ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. ആരാണ് സൗമിത്രി? സുമിത്രാപുത്രൻ അല്ലേ? അപ്പൊ സുമിത്രയുടെ പുത്രൻ ആരാണ്? ദശരഥന്റെയും സുമിത്രയുടെയും പുത്രനാണ് ലക്ഷ്മണൻ. ദശരഥന്റെയും കൗസല്യയുടെയും പുത്രനാണ് കൗസല്യാത്മജൻ എന്നറിയപ്പെടുന്ന ശ്രീരാമൻ. എന്നാൽ ദശരഥപുത്രനാണ് ലക്ഷ്മണനും ഭരതനും എങ്കിൽ കൂടി വിളിക്കുന്ന പേര് എന്തെന്നാണ്? അവരെ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് ദാശരഥി, ദശരഥന്റെ പുത്രൻ എന്നാണ് അതിന് ഒറ്റപ്പദം വരുന്നതെങ്കിലും ദാശരഥി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ശ്രീരാമനെ മാത്രമാണ്. അപ്പോൾ ശ്രീരാമനും ലക്ഷ്മണനും ഭരതനും ഒക്കെ ആരുടെ? ദശരഥന്റെ മക്കളാണെങ്കിലും ദശരഥപുത്രൻ ദാശരഥി എന്ന് വിളിക്കുന്നത് ആരെയാണ്? ശ്രീരാമനെ മാത്രമാണ്. എന്നാൽ സുമിത്രാപുത്രനായതുകൊണ്ട് സൗമിത്രി എന്ന് ലക്ഷ്മണനെയും അറിയപ്പെടുന്നു. അപ്പോൾ മൈഥിലി, സീതയുടെ വാക്യം കേട്ട് രാഘവൻ ശ്രീരാമൻ അരുൾ ചെയ്യുക, പറയുക. സോദരൻ തന്നോട് ലക്ഷ്മണനോട് പറഞ്ഞു, നീ കാത്തുകൊള്ളുക വേണം സീതയെ, അവൾക്കൊരു ഭയവും ഉണ്ടാകാതെ അവളെ കാക്കണം. യാതുധാനന്മാരുണ്ട് കാനനം തന്നിലെങ്ങും. കാനനം കാട്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ എല്ലാം യാതുധാനന്മാരുണ്ട്. യാതുധാനൻ ആരാണ്? രാക്ഷസൻ. ആരാണ്? രാക്ഷസൻ അഥവാ മായാവി എന്ന് നമ്മൾ പറയും അല്ലേ? കുട്ടൂസനും മായാവിയിലുള്ള മായാവി അല്ല, മായാജാലങ്ങൾ കാണിക്കുന്നവനെയാണ് മായാവി എന്ന് പറയുന്നത്. അപ്പം മായാവി അല്ല യാതുധാനൻ. മായാവി എന്ന് പറഞ്ഞാൽ മായാജാലം കാണിച്ച് സീതയെ അവസാനം ഇങ്ങനെ മാനായിട്ടല്ലേ വന്ന് മാരീചൻ, രാവണന്റെ സഹോദരൻ വന്നല്ലേ സീതയെ തട്ടിക്കൊണ്ടു പോകുന്നൊക്കെ. അങ്ങനെ പറഞ്ഞു. സീത അവൾക്കൊരു ഭയവും ഉണ്ടാകാതെ യാതുധാനന്മാരുണ്ട്. യാതുധാനൻ രാക്ഷസൻ അഥവാ മൈഥിലി സീത മിഥിലാപുത്രി, രാഘവൻ രഘുവംശജാതൻ രാഘവൻ, അത് ശ്രീരാമനാണ്. യാതുധാനൻ ആരാണ്? രാക്ഷസനും ആണ്. എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ വരികൾ. ഭൂഷയണിഞ്ഞത് ഭൂഷിതമാണെങ്കിൽ കലുഷമായത് കലങ്ങി മറിഞ്ഞത്, പ്രശ്നബാധിതമായത് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ കലുഷിതം, കാല്യം, കൽപ്പിതം, കലുഷിതം ആണ് അല്ലേ? ഭൂഷയണിയ, ഭൂഷ അലങ്കാരം, വേഷഭൂഷാദികൾ എന്ന് പറയില്ലേ? ആടയാഭരണങ്ങൾ, അങ്ങനെ ആഭരണങ്ങളൊക്കെ അലങ്കരിച്ച് നിൽക്കുമ്പോഴാണ് ഭൂഷയണിഞ്ഞത് എന്ന് പറയുന്നത്. അപ്പോൾ ഭൂഷണം എന്ന് പറഞ്ഞാൽ തന്നെ അലങ്കാരമാണ്. അപ്പോൾ ഭൂഷയണിഞ്ഞത് ഭൂഷിതമാണെങ്കിൽ കലുഷമായത് എന്താണ്? കലുഷിതം. ഇനി പ്രാതൽ എന്ന കഥ ആരുടേതാണ്? പ്രാതൽ സന്തോഷ് ഏച്ചിക്കാനം, VKN, പ്രിയായസ്, കാരൂർ നീലകണ്ഠപിള്ള. VKNന്റെ കഥയാണ് പ്രാതൽ. കുറിക്കുകൊള്ളുന്ന ഹാസ്യത്തിലൂടെ കഥകൾ പറഞ്ഞ ആളാണ്. ഹാസ്യരൂപേണ സാഹിത്യം കൈകാര്യം ചെയ്ത ആളാണ് VKN. വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായർ PYQ ആയിരുന്നു. VKNന്റെ യഥാർത്ഥ നാമധേയം, പൂർണ്ണനാമധേയം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായർ. എന്താണ് പേര്? വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായർ. അദ്ദേഹത്തിൻ്റെ നോവലുകളാണ് ആരോഹണം. VKN തന്നെ ഈ കൃതി ബോവിൻ ബ്യൂഗിൾസ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആരോഹണം എന്നത് ആരുടെ നോവലാണ്? VKNന്റെ നോവലാണ്. പക്ഷെ അദ്ദേഹം ഈ കൃതി ബോവിൻ ബ്യൂഗിൾസ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. അപ്പോൾ ബോവിൻ ബ്യൂഗിൾസ് എന്ന പേരിൽ
ആരോഹണം എന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ആരാണ്? വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായർ എന്ന് വിളിക്കുന്ന VKN. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റൊരു നോവലാണ് പിതാമഹൻ, അധികാരം, അനന്തരം, അസുരവാണി, പെൺപട, കവി, ജനറൽ ചാത്തൻസ്. മനസ്സിലായില്ലേ? ഇത്രയും അദ്ദേഹത്തിൻ്റെ നോവലുകളാണ്. അപ്പോൾ VKNൻ്റെ നോവലുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ജനറൽ ചാത്തൻസ് ഒക്കെ വളരെ പ്രശസ്തമായ VKN നോവലുകളാണ് ജനറൽ ചാത്തൻസ്. അപ്പോൾ ആരോഹണം, ബോവിൻ ബ്യൂഗിൾസോ, പിതാമഹൻ, അധികാരം, അനന്തരം, അസുരവാണി, പെൺപട, കാവി, ജനറൽ ചാത്തൻസ് അദ്ദേഹത്തിൻ്റെ നോവലുകൾ. ഇനി 1969 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ നോവലാണ് ആരോഹണം. അതുപോലെ 1978 സമഗ്ര സംഭാവനയ്ക്ക് എന്ത് കിട്ടി? MB പോൾ അവാർഡ് കിട്ടി. 1962 പയ്യൻ കഥകൾ എന്ന കഥയാണ്. ഇതെന്താണ്? പയ്യൻ കഥകൾ എന്ന കഥയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 1962 കിട്ടി. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതി ഏതാണ്? പയ്യൻ കഥകൾ. 11ാമത്തെ ചോദ്യത്തിലേക്ക് വരാം നമുക്ക്. ചലച്ചിത്രം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ യോജിക്കുന്നത് ചലത ചിത്രം, ചലച്ചിത്രം, ചലനം ചിത്രം, ചലച്ചിത്രം. നമുക്കറിയാം ഒന്ന് മാത്രമാണ് ഇതിനകത്ത് ശരിയായി വരുന്നത്. ച ചേരുമ്പോൾ ഇച്ച വരും എന്ന റൂളാണ്. അപ്പൊ ചലത് ചിത്രമാണ് ചലച്ചിത്രം. തിന്നത് തീരും കൊടുത്തത് തീരില്ല എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് എന്താണ്? തീറ്റയുടെ മാഹാത്മ്യം, ദാനത്തിൻ്റെ മാഹാത്മ്യം, തിന്നുന്നത് കൊടുക്കണമെന്നാണ്. തീറ്റയും കൊടുക്കലും വെറുതെയാണ്. ഇവിടെ നമുക്ക് തിന്നതങ്ങ് തീരും, പക്ഷെ നമ്മൾ ഒരാൾക്ക് കൊടുത്താലുണ്ടല്ലോ അത് തീരില്ല. ദാനത്തിൻ്റെ മാഹാത്മ്യമാണ് ബി. 2 മാത്രം ശരിയാണ്. ദാനത്തിൻ്റെ മാഹാത്മ്യം. ദാനത്തിൻ്റെ മാഹാത്മ്യത്തിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? തിന്നത് തീരും കൊടുത്തത് തീരില്ല എന്ന പഴഞ്ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദാനം നൽകണം എന്നുള്ള അർത്ഥത്തിൽ. ഇനി ഗൃഹി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം വരുന്നത് എന്താണ്? ഗൃഹി. അപ്പോൾ നമുക്കറിയാമേ, ഗൃഹി എന്ന് പറഞ്ഞാലോ, ഗൃഹികൻ എന്ന് പറഞ്ഞാലോ, ഗൃഹസ്ഥൻ എന്ന് പറഞ്ഞാലോ മൂന്നും എന്താണ്? പുല്ലിംഗമാണ്. ഇതിൻ്റെ സ്ത്രീലിംഗ രൂപം വരുമ്പോൾ ഗൃഹിണിയാണ് വരുന്നത്. ഗൃഹി പുല്ലിംഗമാണ്, ഗൃഹനല്ല. ഗൃഹികൻ വരും. ഗൃഹികൻ, ഗൃഹി എന്താണ്? ഗൃഹസ്ഥൻ. രണ്ടും തന്നെയല്ലേ? യെസ്. അപ്പോൾ ഗൃഹികൻ എന്നോ ഗൃഹി എന്നോ അതുപോലെ ഗൃഹസ്ഥൻ എന്നോ വന്നാൽ എതിർലിംഗം ഗൃഹിണി. ഗൃഹിണിക്ക് ഭാര്യ എന്നൊരർത്ഥം കൂടി ഉണ്ട്. ഓക്കെ. അപ്പോൾ 1 മാത്രം ശരിയാകുമ്പോൾ എ ആയിരിക്കും ശരി. സമാന പദം ഏത്? വചൻ, ഇന്നൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ആരെയാണ്? സൂര്യനാണ്. ഓപ്ഷൻ ഡി ആയിരുന്നു ശരി. അപ്പോൾ സൂര്യനെയാണ് വചൻ, ഇന്നൻ, അല്ലേ? മാർത്താണ്ഡൻ, അരുണൻ, ആദിത്യൻ, അർക്കൻ, ദിനമണി, കർമ്മസാക്ഷി, പകലോൻ, കതിരോൻ, ഞായർ, രവി ഈ പേരുകളിലൊക്കെ വിളിക്കുന്നത് ആരെ തന്നെയാണ്? സൂര്യനെ തന്നെയാണ്. അപ്പം നമ്മൾ വചൻ എന്ന പേരിലും ഇനൻ എന്ന പേരിലും അറിയപ്പെടുന്നത് ആരെയാണ്? സൂര്യനെയാണ്. കാറ്റ്, തീ, വെയിലൊക്കെ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. വെയിലിന് ആതപം എന്ന് പറയുവേ. ആതപം നമ്മൾ സൂര്യാതപം എന്ന് പറയില്ലേ? താപം, ചൂട്, ആതപം. താപമാണെങ്കിൽ ചൂടാണ്, ആതപമാണെങ്കിൽ വെയിലുമാണ്. ശരിയായ പദം ഏതാണ് എന്നുള്ളതാണ്. നിശ്ചയമല്ല, ഇതുമല്ല, നിശ്ചയമാണ് ശരിയായ പദം. നിശ്ചയിച്ചിരിക്കുന്നു, നിശ്ചയം, ആ അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുവരെയുള്ള SCERT കില്ലർ സീരീസിൽ മലയാളം പാഠഭാഗങ്ങൾ പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ സൈലം PSCയുടെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് വായിച്ചു നോക്കുക. ഇന്ന് നമ്മൾ 15 ചോദ്യങ്ങളാണ് പ്രാക്ടീസ് ചെയ്തത്. മുമ്പ് പരീക്ഷകളിലൊക്കെ പരാമർശിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് VKNും സന്തോഷ് ഏച്ചിക്കാനവും
അതുപോലെ തന്നെ CV ബാലകൃഷ്ണനും ഒക്കെ തീർച്ചയായിട്ടും അവരുടെ കൃതികൾ മറന്നു പോകരുത്. പറഞ്ഞിരിക്കുന്ന വൊക്കാബുലറി ചോദ്യങ്ങളാണെങ്കിലും എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ള കണ്ടൻ്റാണ്. സമയം കിട്ടുന്ന മുറയ്ക്ക് സൈലം PSCയുടെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് SCERT കില്ലർ സീരീസിൻ്റെ പ്ലേലിസ്റ്റ് കാണുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ക്ലാസ്സുമായിട്ട് കില്ലർ സീരീസിൻ്റെ ക്ലാസ്സുമായി വീണ്ടും കാണാം. അടുത്തൊരു ക്ലാസ്സിലേക്ക് വീണ്ടും നമുക്ക് കേരള പാഠാവലി, അടിസ്ഥാന പാഠാവലി ആസ്പദമാക്കിയിട്ടുള്ള എല്ലാത്തരം ചോദ്യങ്ങളുമായി വീണ്ടും ഒരു ക്ലാസ്സിൽ കാണാം.